And our goal is not in hand. Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ടിംഗ് ഫോർ ഹയർ പർച്ചേസിലുള്ള സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം ആണ്. സ്റ്റോക്ക് ആൻഡ് ഡെറ്റേഴ്സ് സിസ്റ്റം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? അതിലെ പ്രോബ്ലംസ് എങ്ങനെ ചെയ്യണം എന്ന് പഠിച്ചു കഴിഞ്ഞു. എന്തൊക്കെ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യണം നമ്മൾ പഠിച്ചു. ഇനി അതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷൻ നമുക്ക് ചെയ്യാം. പ്രാക്ടിക്കലായിട്ട് ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. എ ഹെഡ് ഓഫീസ് സെൻസ് ഗുഡ്സ് ടു ഇറ്റ്സ് ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് പ്ലസ് 25%. അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ കൂടെ 25% ആഡ് ചെയ്തിട്ടാണ് അയക്കുന്നത്. മീൻസ് ഇൻവോയ്സ് പ്രൈസിലാണ് അയക്കുന്നത്. ഫ്രം ദ ഫോളോയിങ് പെർട്ടിക്കുലേഴ്സ് പ്രിപ്പയർ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. ഇത്ര അക്കൗണ്ട് മാത്രം പ്രിപ്പയർ ചെയ്താൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ അക്കൗണ്ട് ഇല്ല നമ്മൾ പഠിച്ചതിൽ? ഒന്ന് സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് ഇല്ല അല്ലേ? പിന്നെന്താണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട് വേണ്ട, അതുപോലെ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വേണ്ട. അപ്പൊ നമ്മൾ ആ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ടിൽ എന്തായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ ലോഡിങ് അല്ലേ? അപ്പൊ ഇവിടെ ലോഡിങ് നമ്മൾ എവിടത്തേക്കാ ട്രാൻസ്ഫർ ചെയ്യുക? അവിടെ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലായിരുന്നില്ലേ? അപ്പൊ നേരെ അത് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ലോഡിങ് കാണിച്ചാൽ മതി. അതേപോലെ നമ്മുടെ സ്റ്റോക്ക് റിസർവ് അക്കൗണ്ട് നോക്കാം. സ്റ്റോക്ക് റിസർവ് അക്കൗണ്ടിൽ നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെ ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡിങ് ആയിരുന്നു. അതിന് കറസ്പോണ്ടിങ് എൻട്രി എവിടത്തേക്കാ പോകുന്നത്? അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ. അപ്പൊ ആ പാർട്ട് മാത്രം നമ്മൾ പോസ്റ്റ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ട്. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ എന്തൊക്കെ എക്സ്പെൻസ് വരും? ഒന്ന് നമ്മൾ ഡെറ്റേഴ്സ് കാണിക്കുന്ന എക്സ്പെൻസ് വരാറുണ്ട്. അതുകൂടാതെ പിന്നെ ആ ബ്രാഞ്ചിൽ വരുന്ന എക്സ്പെൻസസും ഡിപ്രിസിയേഷനും ഒക്കെ അവിടെ കാണിക്കുന്നത്. എന്നിട്ട് അവിടെ നമ്മൾ എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കല്ലേ? അപ്പോൾ ഡയറക്റ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ആ എമൗണ്ട് കാണിച്ചാലും മതി. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ കാണിച്ചാൽ മതി എക്സ്പെൻസസ്. അപ്പോൾ ഇത്രയും അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. എന്തൊക്കെ ഡാറ്റ തന്നിട്ടുണ്ടെന്ന് ആദ്യം നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓരോ ഐറ്റം പറയുമ്പം നിങ്ങളത് ആലോചിക്കുക ഏത് അക്കൗണ്ടിൽ വരും. ഓപ്പണിംഗ് സ്റ്റോക്ക് ഏത് അക്കൗണ്ടിലാണ് വരാം? സ്റ്റോക്ക് അക്കൗണ്ടിലല്ലേ വരുന്നത്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റമാണ് ഡെബിറ്റ് സൈഡിൽ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇതിന്റെ ലോഡിംഗ് നമ്മൾ എവിടെ കാണിക്കണം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലാണ് ഇതിന്റെ ലോഡിംഗ് എഴുതേണ്ടത്. നെക്സ്റ്റ് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അവിടെ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്ന ആയിട്ടാണ്. അപ്പൊ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ അതും ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഇതിന്റെ ലോഡിംഗ് എവിടെ കാണിക്കണം? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ കാണിക്കണം. അപ്പോൾ ഓരോ ഐറ്റം എടുക്കുമ്പോൾ തന്നെ അത് എവിടെയൊക്കെ വരുമെന്ന് അവിടെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ലോസ് ഇൻ ട്രാൻസിറ്റ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. അപ്പോൾ ലോസ് ഇൻ ട്രാൻസിറ്റ് എന്ന് പറയുന്നത് നമുക്ക് സർപ്ലസ്, ഷോർട്ടേജ്, അബ്നോർമൽ ലോസ്, ഇത് മൂന്ന് കാര്യങ്ങൾ നമ്മളോട് ചെയ്യാൻ പറഞ്ഞില്ലേ? അതിൽ തന്നെ വരുന്നതാണ് ഇത്. അബ്നോർമൽ ലോസ് ആണ് ലോസ് ഇൻ ട്രാൻസിറ്റ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറയുന്നത്. ഇപ്പൊ അബ്നോർമൽ ലോസ് നമ്മൾ എവിടെ കാണിക്കണം? നമ്മുടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എങ്ങനെയാണോ ഷോർട്ടേജ് ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ ഷോർട്ടേജ് നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആൻഡ് ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ കോസ്റ്റും അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ അതിന്റെ ലോഡിങ്ങും. അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആലോചിക്കുക, നമ്മൾ ലോഡിംഗ് ഒക്കെ അതിലേക്കാണ് കാണിക്കുന്നത്. അപ്പൊ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ അതിന്റെ ലോഡിങ്ങും അതുപോലെ അതിന്റെ കോസ്റ്റ് ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കും കാണിക്കണം. അപ്പൊ ഇങ്ങനെ എന്ന് വെച്ചാൽ ലോസ് അല്ലേ? ലോസ് എവിടെ നമ്മൾ കാണിക്കേണ്ടത്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ലോസ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഇൻവോയ്സ് പ്രൈസ് കാണിക്കേണ്ടത്. ക്രെഡിറ്റ് സൈഡിലാണ്. ഷോർട്ടേജ് ക്രെഡിറ്റ് സൈഡിലായിരുന്നു. ഇപ്പോൾ ലോസ് വന്നു കഴിഞ്ഞാൽ ട്രാൻസിറ്റിൽ നമ്മൾ ഗുഡ്സ് നശിച്ചുപോയി. അപ്പോൾ ഷോർട്ടേജിന്റെ സൈഡിലാണ് എഴുതേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ എഴുതാം. തെഫ്റ്റ് അറ്റ് ഇൻവോയ്സ് പ്രൈസ്. തെഫ്റ്റ് എന്ന് പറയുന്നത് ഒരു അബ്നോർമൽ ലോസ് തന്നെയാണ്. നോർമൽ ലോസ് ആണെങ്കിൽ നിങ്ങളോട് നോർമൽ ലോസ് എന്ന് പറയും. അതല്ലാത്തതൊക്കെ അബ്നോർമൽ ലോസ് ആയിട്ട് കാണിക്കുക. അപ്പൊ ഇതും എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിക്കുക. ഇതേപോലെ തന്നെ ലോഡിങ് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം? അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ. ബാക്കി കോസ്റ്റ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എവിടെ കാണിക്കണം? സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ. സ്റ്റോക്ക് അക്കൗണ്ടിൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്ന ഡിക്രീസ് ചെയ്യുന്ന ആയിട്ടും അല്ലേ? അപ്പൊ ഇതൊക്കെ സംഭവിക്കും, നമ്മൾ സ്റ്റോക്ക് ഡിക്രീസ് ചെയ്യും. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യണം? സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള അബ്നോർമൽ ലോസസ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിക്കണം. എന്തുകൊണ്ടാണ്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം അതിന്റെ ഒരു പാർട്ട്. അപ്പൊ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് അതിന്റെ കോസ്റ്റ് പ്രൈസും പിന്നെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ അതിന്റെ ബാക്കിയും കാണിക്കാം. നെക്സ്റ്റ് നോർമൽ ലോസ് അറ്റ് ഇൻവോയ്സ് പ്രൈസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു 500 തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നോർമൽ ലോസ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മതി. അതിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ടത് ഓൾറെഡി നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലോസ് ആണ്. അപ്പോൾ അത് നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്താൽ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിലേക്ക് ഫുൾ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്താൽ മതി. ഇപ്പൊ നോർമൽ ലോസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യേണ്ട. അബ്നോർമൽ ലോസ് വരുവാണെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് കാണിക്കണം. നെക്സ്റ്റ് നമുക്ക് സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് നമ്മൾ നോർമലി എവിടെ കാണിക്കേണ്ടത്?
സ്റ്റോക്ക് കുറയുന്ന ഐറ്റം ആണ് അല്ലെ. സ്റ്റോക്ക് അക്കൗണ്ടിൽ സെയിൽസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം. 25,500 ആണ് സെയിൽസ്. അതിൽ ക്യാഷ് സെയിൽസ് 20,500 ആണെന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ക്രെഡിറ്റ് സെയിൽസ് എത്രയാണെന്ന് നമുക്ക് അതിൽ നിന്ന് കണ്ടുപിടിക്കാമല്ലോ. ഇപ്പൊ ക്രെഡിറ്റ് സെയിൽസ് എത്ര വരും അതിനകത്ത്? ശരിക്കും 5,000 ക്രെഡിറ്റ് സെയിൽസ് ആണ് അല്ലെ. ക്രെഡിറ്റ് സെയിൽസ് നമ്മൾ എവിടെ കാണിക്കണം? ഡെറ്റേഴ്സ് അക്കൗണ്ടിനകത്തും കാണിക്കണം. അപ്പം സെയിൽസ് നമ്മൾ സ്റ്റോക്ക് അക്കൗണ്ടിൽ എഴുതുമ്പോൾ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം. ക്യാഷ് സെയിൽസ് വേറെ, ക്രെഡിറ്റ് സെയിൽസ് വേറെ ആയിട്ട്. ക്യാഷ് സെയിൽസ് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ക്രെഡിറ്റ് സെയിൽസ് എന്തായിട്ട് കാണിക്കണം? ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ നമ്മൾ ഡെറ്റേഴ്സ് അക്കൗണ്ടിലേക്കും കൂടി കാണിക്കണ്ടേ. അപ്പൊ അത് ബ്രാഞ്ച് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് അതും കൂടി സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. നെക്സ്റ്റ് എക്സ്പെൻസസ് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ്പെൻസസ് നമുക്ക് എവിടെ എഴുതാം? ഡയറക്റ്റ് ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിൽ നോർമൽ എക്സ്പെൻസ് കാണിക്കുന്നത് പോലെ നമുക്ക് കാണിക്കാം. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് അറ്റ് ബ്രാഞ്ച് അറ്റ് കോസ്റ്റ് 6,000. ക്ലോസിംഗ് സ്റ്റോക്ക് എവിടെ കാണിക്കേണ്ടത്? നമ്മളെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ബൈ ബാലൻസ് ക്യാരി ഡൗൺ എന്ന് പറഞ്ഞിട്ട് കാണിക്കേണ്ട ഐറ്റം ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അത് കോസ്റ്റ് പ്രൈസിലാണ് തന്നിരിക്കുന്നത്. നമ്മളെല്ലാ ഐറ്റവും എന്തിൽ കാണിക്കണം? ഇൻവോയ്സ് പ്രൈസിൽ തന്നെ കാണിക്കണം, കോസ്റ്റ് പ്രൈസിലല്ല കാണിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ കോസ്റ്റ് പ്രൈസിലാണ് തന്നിരിക്കുന്നത്. ഇപ്പോൾ കോസ്റ്റ് പ്രൈസിനെ നമ്മൾ ഇൻവോയ്സ് പ്രൈസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഇപ്പൊ നമ്മളോട് എത്ര പറഞ്ഞത്? കോസ്റ്റ് പ്ലസ് 25% ആണ് ഇൻവോയ്സ്. ഇപ്പൊ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 100 ആയിട്ട് എസ്യൂം ചെയ്യുകയാണെങ്കിൽ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത് കൺവേർട്ട് ചെയ്യുമ്പോൾ. ഇപ്പൊ കോസ്റ്റ് 100 ആണെങ്കിൽ ഇൻവോയ്സ് പ്രൈസ് എത്രയാണ്? 25 ആണ്. അപ്പം ലോഡിങ് 25 ആണ്. അപ്പൊ ഇൻവോയ്സ് പ്രൈസ് എത്രയായി? കോസ്റ്റ് പ്ലസ് ലോഡിങ് 125 ആണ് ഇൻവോയ്സ് പ്രൈസ്. ഇപ്പൊ തന്നിരിക്കുന്ന വാല്യൂ കോസ്റ്റിലാണ് എന്ന് വെച്ചാൽ 100ലാണ് ഇപ്പൊ തന്നിരിക്കുന്ന വാല്യൂ. ഇതിന് നമ്മൾ 125 ആക്കി മാറ്റണം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 125/100 എന്ന് പറഞ്ഞിട്ട് എഴുതിയാൽ മതി. അപ്പം അത്ര എമൗണ്ട് നമ്മുടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആയിട്ട് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. നെക്സ്റ്റ് ക്ലെയിംസ് റിസീവ്ഡ് ഫ്രം ഇൻഷുറൻസ് കമ്പനി ഫോർ ലോസ് ഇൻ ട്രാൻസിറ്റ്. ഇപ്പൊ ക്ലെയിംസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മളത് ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചാൽ മതി. വേറെ എവിടെയും കാണിക്കേണ്ട. ഈ ക്ലെയിംസ് നമുക്ക് ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. ഓക്കെ. നെക്സ്റ്റ് ബാഡ് ഡെബ്റ്റ്സ് റിട്ടേൺ ഓഫ്. നമുക്കറിയാം ബാഡ് ഡെബ്റ്റ്സ് എവിടെയാണ് നമ്മൾ കാണിക്കാറ്? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ബാഡ് ഡെബ്റ്റ്സ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാൻ പാടില്ല. എന്തായിട്ട് കാണിക്കണം? ബൈ ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് 200 rupees അവിടെ കാണിക്കാം. ബിൽസ് റിസീവ്ഡ് ഡ്യൂറിങ് ദ ഇയർ. ബിൽസ് റിസീവ്ഡ് എവിടെയാണ് നമ്മൾ കാണിക്കാം? ബിൽസ് റിസീവ്ഡ് നമുക്ക് ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ തന്നെ കാണിക്കണം. ഇപ്പൊ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് അത് ക്യാഷിന് പകരമാണല്ലോ നമുക്ക് ബിൽസ് കിട്ടിയത്. ഇപ്പൊ ക്യാഷ് റിസീവ്ഡ് ഫ്രം ഡെറ്റേഴ്സ് നമ്മൾ എവിടെ കാണിക്കാറ്? ക്രെഡിറ്റ് സൈഡിൽ അല്ലേ, ഡെറ്റേഴ്സ് അക്കൗണ്ട്. ഡെറ്റേഴ്സ് കുറയുന്ന ഐറ്റം. അതുപോലെ തന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ ബിൽസ് റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് കാണിക്കാം. നെക്സ്റ്റ്, അപ്പൊ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നില്ലേ, നിങ്ങൾ ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് അത് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു വാ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നമുക്ക് അപ്പൊ കറക്ഷൻ ചെയ്യാം. അപ്പൊ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എല്ലാവരും തിരിച്ചു വരാം. ഇവിടെ ഒന്ന് പോസ് ചെയ്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ എല്ലാവരും ചെയ്തു കഴിഞ്ഞല്ലോ. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ആൻസർ വരുന്നതെന്ന്. ആദ്യം ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് അല്ലെ. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ എന്തൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്? ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് 20,000 കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ലോസ് ഇൻ ട്രാൻസ്ഫിറ്റ് 2,500 നമ്മളോട് എന്ത് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം അല്ലെ. അപ്പൊ അതിന്റെ ലോഡിങ് സെപ്പറേറ്റും അതുപോലെ കോസ്റ്റ് സെപ്പറേറ്റ് ആക്കിയിട്ട് കാണിക്കണം. നെക്സ്റ്റ് സെയിൽസ് കാണിക്കണം അല്ലെ. സെയിൽസ് എന്തായിരുന്നു? ക്യാഷ് സെയിൽസ് വേണ്ട, ക്രെഡിറ്റ് സെയിൽസ് വേണ്ട. ഇനി ഈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കുന്ന സമയത്ത് ലോഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കണം. ലോഡിംഗ് എത്ര എടുക്കണം? 25/125 ആയിട്ട് എടുക്കണം അല്ലെ. 25 ആണ് നമ്മുടെ കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ല ലോഡിംഗ് എന്ന് പറയുന്നത്. കോസ്റ്റ് 100 ആണെങ്കിൽ ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ 125 ആണ്. അപ്പം നമ്മൾ ഇൻവോയ്സ് പ്രൈസിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 25/125 ആയിട്ട് ചെയ്താൽ മതി. ഇനി പിന്നെ എന്ത് ചെയ്യണം? നമ്മുടെ അക്കൗണ്ടിൽ ബാക്കി ഐറ്റംസും കൂടെ പോസ്റ്റ് ചെയ്യാം. ഇനി എന്തൊക്കെ കാണിക്കണം ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ? നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? തെഫ്റ്റ് ആയിരുന്നു അല്ലെ. തെഫ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ തെഫ്റ്റിലെ ലോഡിംഗ് എങ്ങനെയാ? 25/125 എന്ന് പറഞ്ഞിട്ട് ലോഡിംഗ് കാണിക്കാം. അത് കഴിഞ്ഞിട്ട് ബാക്കി എമൗണ്ട് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഇനി നെക്സ്റ്റ് എന്താ നമുക്ക് തന്നിരിക്കുന്നത്? നോർമൽ ലോസ് ആണ്. നോർമൽ ലോസ് എവിടെ കാണിച്ചാൽ മതി? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് കാണിച്ചാൽ മതി. നമുക്ക് അതിൽ സ്പ്ലിറ്റ് ഒന്നും ചെയ്യാനില്ല. നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിരിക്കുന്നത് എന്തിലാണ്? കോസ്റ്റ് പ്രൈസിലാണ്. അപ്പം നമ്മൾ അതിനെ ഇൻവോയ്സ് പ്രൈസിലേക്ക് കൺവേർട്ട് ചെയ്യാം. 125/100 എന്ന് പറഞ്ഞിട്ട് അതും കൺവേർട്ട് ചെയ്തു. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡെബിറ്റ് സൈഡിലാണ് ബാലൻസ് വന്നിരിക്കുന്നത്. ഡെബിറ്റ് സൈഡിൽ ബാലൻസ് വന്ന എന്തായിരുന്നു? അത് സർപ്ലസ് അക്കൗണ്ട് ആണ്. ബാലൻസിങ് ഫിഗർ സർപ്ലസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. എന്നിട്ട് അതിനെ എന്ത് ചെയ്യണം? സർപ്ലസിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. സർപ്ലസ് അതുപോലെ
ഷോർട്ടേജ്, അബ്നോർമൽ ലോസ്, ഇത് മൂന്നും നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കാം അതിന്റെ ലോഡിങ്ങും കോസ്റ്റും. നമ്മൾക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്ത് എത്ര എമൗണ്ട് കിട്ടുന്നോ അതിന് ഡയറക്റ്റ് എഴുതാതെ അതിനെ സ്പ്ലിറ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതിനകത്ത് കാണിക്കാം. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡെറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ എന്തൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്? ഓപ്പണിംഗ് ഡെറ്റേഴ്സ് ഇല്ല, പിന്നെ നമുക്ക് ക്രെഡിറ്റ് സൈസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ക്രെഡിറ്റ് സൈസ് നമ്മൾ എന്ത് ചെയ്യണം? ഡെറ്റേഴ്സ് ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റം ആണ്. അപ്പൊ ക്രെഡിറ്റ് സൈസ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ കാണിക്കണം. ഇനി ഡെറ്റേഴ്സ് ഡിക്രീസ് ചെയ്യുന്ന എന്തൊക്കെ ഐറ്റംസ് തന്നിട്ടുണ്ട്? നമുക്ക് ബാഡ് ഡെബ്റ്റ്സ് തന്നിട്ടുണ്ട്, ബിൽസ് റിസീവബിൾ തന്നിട്ടുണ്ട്. ബാഡ് ഡെബ്റ്റ്സിന്റെ പേരിൽ എഴുതാൻ പാടില്ല, ബ്രാഞ്ച് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് വേണം നമ്മൾ ബാഡ് ഡെബ്റ്റ്സ് കാണിക്കാൻ. 200 rupees ബാഡ് ഡെബ്റ്റ്സ് അവിടെ കാണിച്ചു. ബിൽസ് റിസീവബിൾ നമ്മുടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 2000, അത് കാണിച്ചു. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. അപ്പൊ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ക്ലോസിംഗ് ഡെറ്റേഴ്സ് ആയിരിക്കും. അപ്പൊ ക്ലോസിംഗ് ഡെറ്റേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബാലൻസ് നമ്മൾ ഡെബിറ്റ് സൈഡോ ക്രെഡിറ്റ് സൈഡോ നോക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ബാക്കി ഐറ്റംസ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പം ബാലൻസ് ക്രെഡിറ്റ് മീൻസ് ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടില്ല. അപ്പൊ നമുക്ക് ബാലൻസ് എന്തായിട്ട് എടുക്കാം? ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് കാണിക്കാം. നെക്സ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആണ്. ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾ നോക്കുക വേറെ എവിടെയൊക്കെ നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് എഴുതിയിട്ടുണ്ടോ അതൊക്കെ ആദ്യം ട്രാൻസ്ഫർ ചെയ്ത് വെക്കാം. ഇപ്പൊ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ നമ്മൾ എഴുതിയിട്ടുണ്ട് അല്ലെ, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ എത്ര എഴുതിയിട്ടുണ്ട്? ആദ്യം ഒരു 500 എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു അത്? ലോസ് ഇൻ ട്രാൻസിറ്റിന്റെ ലോഡിങ്. അപ്പൊ 500 ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി. പിന്നെ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ നോക്കുക വേറെ എവിടെ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എഴുതിയിരിക്കുന്ന ഒരു 200 എഴുതിയിട്ടുണ്ട്. എന്തായിരുന്നു അത്? തെഫ്റ്റിന്റെ ലോഡിംഗ് ആണ്. അപ്പൊ അതും കൂടി ട്രാൻസ്ഫർ ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നോർമൽ ലോസിന്റെ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും എന്ത് ചെയ്യാം? നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ക്രെഡിറ്റ് സൈഡിൽ നോക്കാം. ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്കിൽ എന്ത് എഴുതിയിട്ടുണ്ട്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് സർപ്ലസിലെ ലോഡിംഗ് എഴുതിയിട്ടുണ്ട്. എത്രയായിരുന്നു എമൗണ്ട്? 2400. അതും ക്രെഡിറ്റ് സൈഡിൽ പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം നോക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ഓപ്പണിംഗ് സ്റ്റോക്കിന്റെയും ക്ലോസിംഗ് സ്റ്റോക്കിന്റെയും ലോഡിംഗ് ചെയ്യാനുണ്ട്. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് എത്രയായിരുന്നു? 5000 ആയിരുന്നു അല്ലെ. അപ്പൊ അതിന്റെ ലോഡിംഗ് എന്ത് ചെയ്യാ? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. ബൈ സ്റ്റോക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ ലോഡിംഗ് കാണിച്ചു. ഇനി നെക്സ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്കിന്റെ ലോഡിംഗ്. ക്ലോസിംഗ് സ്റ്റോക്കിംഗ് എത്രയായിരുന്നു? 7500 ആയിരുന്നു. അതിന്റെ ലോഡിംഗ് കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻറ്റു 25/125 എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ 1/5 എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ഈ 25/125 ഷോർട്ട് ചെയ്താണ്. അപ്പം അങ്ങനെ കാണിക്കാം. 1500 കിട്ടി. ഇനി എന്താ നമ്മൾ കാണിക്കേണ്ടത്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിന്റെ ലോഡിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് എത്രയായിരുന്നു? 20,000 ആയിരുന്നു. അതിന്റെ ലോഡിംഗ് കാണിക്കാം. ഇൻറ്റു 25/125 അല്ലെങ്കിൽ 1/5. അപ്പൊ 4000 കിട്ടി. അപ്പൊ ഇത്ര എഴുതിയതിനു ശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇത്രയല്ലേ ഉള്ളൂ. നമ്മൾ ആ സ്റ്റോക്ക് അക്കൗണ്ടിൽ കുറേ ഐറ്റംസ് നമ്മൾ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്, അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്തത്. പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്ക്, ക്ലോസിംഗ് സ്റ്റോക്ക്, സ്റ്റോക്ക് ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച്, ഇത്രയും ഐറ്റംസിന്റെ ലോഡിംഗ് ഇത്രയും എഴുതി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ബാലൻസ് എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പൊ അത്രയും എമൗണ്ട് എന്ത് ചെയ്യാം? ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നെക്സ്റ്റ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ളത് ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്. അപ്പോൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ആദ്യം നോക്കുക എവിടെയൊക്കെ നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ ആദ്യം ട്രാൻസ്ഫർ ചെയ്യാം. എന്തൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടായത്? ടു ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ 2000 കണ്ടില്ല. എന്തായിരുന്നു അത്? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത 2000. കോസ്റ്റ് ഓഫ് ലോസ് ഇൻ ട്രാൻസിറ്റ് അത് ആദ്യം ട്രാൻസ്ഫർ ചെയ്തു. ഇനി ഒന്നും കൂടി ഇല്ല ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് തെഫ്റ്റില് കോസ്റ്റ് എത്രയായിരുന്നു? അത് നമ്മുടെ 800 അത് ഇവിടെ ട്രാൻസ്ഫർ ചെയ്തു. ഇനി അതിന്റെ സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിൽ നോക്കാം. ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സർപ്ലസിന്റെ കോസ്റ്റ് 9600 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതും കൂടി ട്രാൻസ്ഫർ ചെയ്യാം. അതിനുശേഷം നമ്മൾ നോക്കാം പിന്നെ ഇവിടെ നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ളത് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നിന്ന് നമ്മൾ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് 4700. ഇപ്പൊ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. അപ്പം ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ഇവിടെ നമ്മൾ 4700 അത് ട്രാൻസ്ഫർ ചെയ്തു. നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്തൊക്കെ കാണിക്കണം? എക്സ്പെൻസസ് കാണിക്കണം. എക്സ്പെൻസസ് നമുക്ക് ഒരെണ്ണം നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. 2000 എവിടെയാ? ബ്രാഞ്ച് ഡെറ്റേഴ്സ് അക്കൗണ്ടിൽ ഒരു എക്സ്പെൻസ് എഴുതിയിട്ടുണ്ട് അല്ലെ, സോറി 200. അതിനുശേഷം നമ്മൾ ക്വസ്റ്റ്യനിലെ ഒരു എക്സ്പെൻസ് തന്നിട്ടുണ്ട് 8000. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതാം, സെപ്പറേറ്റ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് 8200 എമൗണ്ട് കിട്ടി. ഇനി നമുക്ക് എഴുതാനുള്ള എന്തായിരുന്നു? ഒരു ഐറ്റം നമ്മളെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ എഴുതാൻ വേണ്ടി. ക്ലെയിം റിസീവ്ഡ് ഫ്രം ഇൻഷുറൻസ് കമ്പനി. ഇപ്പൊ ക്ലെയിം എന്ത് ചെയ്യണം? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇൻഷുറൻസ് ക്ലെയിമും കൂടി കാണിക്കാം. അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇപ്പം
ബ്രാഞ്ച് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത് ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് എന്ന് വെച്ചാൽ ഒരുപാട് ബ്രാഞ്ചസിന്റെ ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. ഓരോ ബ്രാഞ്ചിന്റെയും പ്രോഫിറ്റ് അതിൽ കാണിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അത് നേരെ ബിസിനസിന്റെ കോമൺ ആയിട്ടുള്ള പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അതാണ് ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അതിൽ കോമൺ എക്സ്പെൻസസ് എല്ലാം കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുള്ളൂ. ഡയറക്റ്റ് ബാലൻസ് ഷീറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ല. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എന്ത് ചെയ്യും, കുറെ പ്രോഫിറ്റ് കാണിക്കേണ്ടി വരും അല്ലെ, ബ്രാഞ്ച് എ ബ്രാഞ്ച് ബി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതിന് പകരം എല്ലാം കൂടി കൺസോൾഡേറ്റ് ചെയ്തതിന് ശേഷം ഒരു പ്രോഫിറ്റ് ആക്കിയിട്ട്, കോമൺ പ്രോഫിറ്റ് ആക്കിയിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാം. അതുകൊണ്ടാണ് ഇതിന്റെ ബാലൻസ് നമ്മൾ ജനറൽ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ചെയ്തത് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ഭാഗങ്ങളിലേക്കുണ്ട്. ഡെബിറ്റ് സൈഡിൽ സ്റ്റോക്ക് ഇൻക്രീസ് ചെയ്യുന്നത്, ക്രെഡിറ്റ് സൈഡിൽ സ്റ്റോക്ക് ഡിക്രീസ് ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ സർപ്ലസ്, ഷോർട്ടേജ്, അബ്നോർമൽ ലോസ്, ഇത് മൂന്നും എഴുതുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് വേണം കാണിക്കാൻ. ഇനി ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് സൈഡിൽ വരുവാണെങ്കിൽ സർപ്ലസ് ആയിട്ട് കാണിക്കണം, ക്രെഡിറ്റ് സൈഡിൽ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, ഷോർട്ടേജ് ആയിട്ട് കാണിക്കണം. ഇപ്പൊ സർപ്ലസ് കാണിക്കുമ്പോൾ ഷോർട്ടേജ് കാണിക്കുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഡയറക്റ്റ് ബാലൻസ് എഴുതാതെ സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം. ഡെറ്റേഴ്സ് അക്കൗണ്ട് ചെയ്യുമ്പോൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, എക്സ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം, ബാഡ് ഡെബ്റ്റ്സും ഡിസ്കൗണ്ടും ഒക്കെ. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇതുവരെ ട്രാൻസ്ഫർ ചെയ്ത എല്ലാ അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ടും ഇതിലേക്ക് ആദ്യം കാണിക്കുക. അതിനുശേഷം ഓപ്പണിംഗ് സ്റ്റോക്കിലെ, ക്ലോസിംഗ് സ്റ്റോക്കിലെയും ലോഡിങ്, പിന്നെന്താ കാണിക്കേണ്ടത്, നമ്മൾ സ്റ്റോക്ക്, ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിലെ ലോഡിങ്, ഇത്രയും കാണിക്കാം. നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ചെയ്യുമ്പം അതിൽ ഇതുവരെ ട്രാൻസ്ഫർ ചെയ്ത എല്ലാ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത എൻട്രീസ് പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ എക്സ്ട്രാ എഴുതേണ്ടത് എക്സ്പെൻസസ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിമോ അങ്ങനെ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതും കാണിക്കാം. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടെ വീണ്ടും കാണാം. അതുവരേക്കും ഹാപ്പി ലേണിംഗ്.